നമസ്കാരം. ആ ചിന്ത മനസ്സിൽ വരാതെ നോക്കണം. ഇങ്ങനെയൊക്കെ ഉപദേശിക്കുന്ന ചിലരെ കണ്ടിട്ടുണ്ട്. ചിന്തകൾ മനസ്സിൽ വരുന്നത് തടയണോ വേണ്ടയോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒരു കഥ പറയാം. ഒരിക്കലും ഒരു രാജാവ് തന്നെ ധ്യാനം പഠിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു സന്യാസിയെ സമീപിച്ചു. എന്നാൽ അടുത്ത പ്രാവശ്യം പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് സന്യാസി 2 പ്രാവശ്യം രാജാവിനെ തിരിച്ചയച്ചു. ദേഷ്യം വന്ന രാജാവ് അടുത്ത പ്രാവശ്യം തന്നെ ധ്യാനം പഠിപ്പിച്ചില്ലെങ്കിൽ സന്യാസിയെ കൊന്നുകളയുമെന്ന് പറഞ്ഞു. ബുദ്ധിമാനായ സന്യാസി രാജാവിനോട് പറഞ്ഞു, ഞാൻ ധ്യാനം പഠിപ്പിക്കാം, ഒറ്റ നിബന്ധന മാത്രം. അടുത്ത തവണ എന്നെ കാണാൻ വരുന്നത് വരെ കുരങ്ങിൻ്റെ രൂപം മനസ്സിൽ വരാതെ നോക്കണം. അത്രയേ ഉള്ളൂ, അത് ഞാൻ സെറ്റാക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് രാജാവ് യാത്രയായി. ആശ്രമത്തിന് പുറത്തെത്തിയപ്പോൾ മുതൽ സന്യാസി പറഞ്ഞ വാക്കുകൾ രാജാവിൻ്റെ മനസ്സിൽ മുഴങ്ങി. കുരങ്ങൻ്റെ രൂപം മനസ്സിൽ വരാതിരിക്കാൻ രാജാവ് പരമാവധി ശ്രമിച്ചു. പക്ഷേ 1 മിനിറ്റിൽ പലതവണ കുരങ്ങൻ രാജാവിൻ്റെ മനസ്സിൽ മിന്നി മറഞ്ഞുകൊണ്ടിരുന്നു. ഇതാണ് മനസ്സിൻ്റെ സ്വഭാവം. നമ്മൾ എന്ത് വിലക്കാൻ ശ്രമിക്കുന്നോ അത് മനസ്സിലേക്ക് വീണ്ടും വന്നുകൊണ്ടിരിക്കും. ചിന്തകളെ വിലക്കുകയല്ല, അവയ്ക്ക് മനസ്സിലേക്ക് കടന്നു വരാനുള്ള അവസരമൊരുക്കുകയും അവയുടെ സ്വഭാവം നിരീക്ഷിക്കുകയും മാത്രം ചെയ്യുക. ദുഃഖചിന്തയാണോ, സന്തോഷമാണോ, ആകാംക്ഷയാണോ എന്നൊക്കെ. എന്നിട്ട് ആ ചിന്തയെ അതിൻ്റെ പാട്ടിന് വിട്ടേക്കുക. ആ ചിന്തകൾ നിങ്ങളെ ഒരു തരത്തിലും ശല്യപ്പെടുത്താതെ കടന്നുപോയിക്കൊള്ളൂ.